പറിച്ച് അല്ലെങ്കിൽ വലിച്ചു പറിക്കണാണല്ലോ. പറിക്ക്. അങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമ്മുടെ അഞ്ജലിനിക്ക് 11 വയസ്സ് കഴിഞ്ഞിട്ട് 12 വയസ്സിലേക്ക് കിടക്കാട്ടോ. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേ ഒന്നും വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യില്ല. ഞങ്ങൾ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ബർത്ത്ഡേകളാണ് ഞങ്ങൾ എല്ലാവർക്കും ആഘോഷിക്കാം. കേക്കൊക്കെ എന്തായാലും വാങ്ങും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പഴയൊരു എൻ്റെ ഫോട്ടോ കുത്തിപ്പൊക്കിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളൊരു വീട്ടിലെ 2ാം നിലയിലാണല്ലോ താമസിക്കുന്നത്. താഴെ നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, നമ്മുടെ ഇൻറ്റീരിയർ വർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിള്ളേർക്ക് ഒരു പഴംപൊരിയും ബീഫൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ നമ്മുടെ അടുത്ത കടകളിലൊന്നും പഴംപൊരിയും ബീഫും അത്ര നല്ല കോമ്പിനേഷനായിട്ട് നമുക്ക് അടുത്ത കടകളിലൊന്നും അത് കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ചെയ്യാറ്. അതിന് പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന ബീഫും ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണം നമ്മൾ. അതൊരു പ്രത്യേക റെസിപ്പിയിൽ ചെയ്യണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായ പേരയ്ക്ക കേട്ടോ. അപ്പോൾ പേരമരം നട്ടിട്ട് നമ്മളധികം നാളായിട്ടൊന്നുമില്ല, നമ്മൾ വലിയ പേരയ്ക്കായിരുന്നു മേടിച്ചത്. അപ്പം ഏകദേശം ഒരു നാടൻ പേരയ്ക്കാണത്, പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയ അപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ കൊണ്ടുവന്ന മാങ്ങയും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പളങ്ങയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. ഇതൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. അപ്പോൾ ഞാനങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമുക്ക് രാത്രി ആയിട്ടോ. പഴംപൊരിയുണ്ട്, ബീഫും അപ്പോൾ നമ്മൾ കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത് ബീഫും. എനിക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും ഭയങ്കര ബിസിയായിരുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുമാവിയാണെങ്കിൽ അറിയാലോ, എല്ലാ സാധനങ്ങളും നമ്മളിങ്ങനെ അടിക്കടിക്ക് നേരത്തെ വെച്ചേക്കണോണ്ട് തന്നെ അവൻ എല്ലാത്തിലും നെഞ്ചിന്ന് കൈയിടും. അതുകൊണ്ട് നമുക്കൊന്നും കൃത്യമായിട്ട് നമുക്ക് നോക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെക്കേഷനിലൊക്കെ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ അടുത്തടുത്ത വീഡിയോകളൊക്കെ ചെയ്യും കേട്ടോ. കാരണം നമ്മുടെ കുട്ടികളുടെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളുടെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പഴംപൊരിയും ബീഫും അങ്ങനെ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കഴിക്കാൻ റെഡി ആയി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികൾ ബുക്സൊക്കെ കവർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലാണ് നമ്മുടെ ആൻമരിയ
5ാം ക്ലാസ്സിലേക്കാണ്. അപ്പോൾ പുതിയ ബുക്സൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് നല്ല രീതിയിലാട്ടോ പുതിയ ബുക്സൊക്കെ വന്നിരിക്കുന്നത്. അവരുടെ സിലബസൊക്കെ നല്ലതായിരുന്നു. ബുക്സൊക്കെ ഓൾറെഡി നമുക്ക് ഏകദേശം ഒരു 2 വീക്സ് മുമ്പ് തന്നെ സ്കൂളിൽ വിതരണം ചെയ്തായിരുന്നു. അതൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ കവർ ചെയ്യാനുള്ള സാധനങ്ങളും ബാക്കിയെല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കാണ് പോയിട്ട് മേടിച്ചിട്ടിരിക്കുന്നത്. ഇന്നലെ നോട്ട്സ് ബുക്കൊക്കെ ഞങ്ങൾ മേടിച്ചിരുന്നു. സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങളെല്ലാം മേടിച്ചത്. അപ്പോൾ ഈ കവർ ചെയ്യാൻ കിട്ടിയ മെറ്റീരിയൽ ഈ പ്രാവശ്യം കിട്ടിയത് എന്തായാലും നല്ല മെറ്റീരിയലാട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്റ്റാപ്ലർ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പ്ലാസ്റ്റിക് കോട്ടിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കതുകൊണ്ട് നനയുമെന്നുള്ള പേടി വേണ്ട. അത്യാവശ്യം നല്ല കോട്ടിംഗ് ആയിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള പേപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ പിന്നെ പുറകെ വരുന്നതാണ് ഞങ്ങൾ എന്തൊക്കെ വാങ്ങിയെന്നുള്ളത്. അപ്പോൾ ചേച്ചിമാരുടെ ബുക്സൊക്കെ ഒട്ടയിരുന്നതിൻ്റെ ഇടയ്ക്ക് ആളിതിങ്ങനെ അതിൻ്റെ മുകളിൽ കൂടിയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. ആളെ അവരെ ശല്യപ്പെടുത്താൻ വേണ്ടി കൊണ്ട് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആൾക്ക് ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് പല്ലൊക്കെ വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടുള്ള ഈ കളിയും ഇച്ചിരി കുസൃതിയൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ ആളുടെ. പിന്നെ അതിൻ്റേതായ ഒരു അസ്വസ്ഥതയും ആൾക്കുണ്ട്. പിന്നെ എപ്പോഴും നമ്മളെ കടിച്ചുകൊണ്ടേയിരിക്കാനേ തോന്നുന്നു. എല്ലാവരും കടിക്കുന്നുണ്ടോ? ആൾക്ക് അവിടെ കടിയില്ലാത്ത ആരില്ല കേട്ടോ.